ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിവിടെ സർവീസിന് വന്ന ഒരു മെഷീനാണ് നമ്മുടെ ഉഷ ജാനോം മെഷീനാണ്. അല്ലൂർ മോഡൽ. ഇത് ജാമാണ്, ഇതുണ്ടോ, വർക്കാകുന്നില്ല, ഭയങ്കര കട്ടിയാണ്, തിരിക്കാൻ പറ്റുന്നില്ല, ഇത് വർക്കാകുന്നില്ല, എന്തോ ജാമായിട്ടിരിക്കുക. ജാമായ കാരണം ഇത് വന്നതാണ്. അപ്പോൾ ഈ ഇതിനെന്താ ഇത് പ്രശ്നമെന്ന് നമുക്കിതിൻ്റെ ഈ സൈഡ് കവർ ഒന്ന് അഴിച്ചെടുക്കാം. അതിനുശേഷം ഈ ഡക്കൺ ഇങ്ങോട്ട് താഴോട്ട് താത്തിട്ട് ബോബിൻ കേസ് ഊരിയെടുക്കാം. ഇനി ഇതിൻ്റെ ഷട്ടിൽ റേസ് റിങ് ഉണ്ട്, അത് നമുക്ക് വെളിയിലേക്ക് വലിച്ചെടുക്കാം. അതിൽ തന്നെ ഷട്ടിലുമുണ്ട്, ഷട്ടിൽ റേസിൻ്റെ റിങ്ങും ഉണ്ട്. രണ്ടും ചേർത്താണ് ഒരു വള പോലുള്ള സാധനം ഇട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനകത്തെല്ലാം കംപ്ലീറ്റ് കയറി നൂല് കയറി ചുറ്റി ഉടക്കിയിരിക്കുക. റിവേഴ്സൊക്കെ തയ്ക്കുമ്പോഴത്തേക്കിനെ നൂല് കയറി ഉടക്കുന്നതാണ്. റിവേഴ്സ് അടിച്ച് കറക്കുകയും കൊണ്ട് ചെയ്ത് നൂല് കയറി ഉടക്കി മൊത്തം ജാമായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, അതെടുത്ത് ഷട്ടിൽ അഴിച്ച് മാറ്റിയിട്ടും അതിൻ്റെ ആ ടൈറ്റ്നെസ് മാറിയിട്ടില്ല. നമുക്ക് ഈ സൈഡ് ഭാഗം ഒന്ന് അഴിച്ചു നോക്കാം. ഇവിടെ ഒരു ചെറിയ ഉണ്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പുണ്ട്, അത് സൂചി കൊണ്ട് അടപ്പ് ഊരിയെടുക്കണം. സൂചി കൊണ്ടേ നമുക്ക് അടപ്പ് ഊരിയെടുത്തതിന് ശേഷം അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് അതിൻ്റെ അവിടെ ഈ സ്ക്രൂ ഊരിയെടുക്കാം. സ്ക്രൂ ഊരിയെടുത്തതിന് ശേഷം ഇത് കണ്ടോ, അതിൻ്റെ ലിങ്ക് കണ്ടോ, ലിങ്കിൻ്റെ അവിടെ നൂല് മെയിനായിട്ട് ചുറ്റാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അത് കണ്ടോ, ലിങ്കിൻ്റെ അകത്ത് നൂല് കയറി ചുറ്റിയിരിക്കുക. അത് കാരണമാണ് മെഷീൻ കറങ്ങാത്തത്. നമുക്കിതുപോലെ ടെസ്റ്ററോ ഏതെങ്കിലും സൂചിയോ എന്തെങ്കിലും ഉണ്ടെന്നൊരു ഇങ്ങനെ പതിയെ വലിച്ചെടുക്കാം. കണ്ടോ, അതിൻ്റെ അകത്ത് തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴെങ്ങാണ്ട് കയറി ഉടക്കിയതാണ്, നൂല് കയറി ജാമായിട്ടിരിക്കുക. ഇത് പതിയെ ഇങ്ങനെ നമ്മൾ അഴിച്ചെടുക്കണം. ടൈറ്റായിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മെഷീൻ കറക്കരുത്. കറക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ പാർട്സുകളൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പാർട്സിനൊക്കെ നല്ല വിലയുമാണ് ഇതിൻ്റെ ഈ ജാനോൺ ടൈപ്പ് മെഷീൻ്റെയൊക്കെ. ഉണ്ടോ, നൂല് കയറി കറങ്ങി അതിൻ്റെ അകത്ത് ജാമായതാണ്. നമുക്കിത് പതിയെ അഴിച്ചെടുത്തതിന് ശേഷമേ പതിയെ കറക്കി നോക്കാവൂ, അല്ലാതെ കറക്കരുത് ഒരു കാരണവശാലും. ഉണ്ടോ, നൂല് കയറി ചുറ്റി ഇരുന്നതാണ്. ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ചില കംപ്ലൈൻറ്റുകളാണിത്. ഇപ്പം മെഷീൻ കറങ്ങുന്നുണ്ട്. ഉണ്ടോ, മെഷീൻ ഇപ്പം ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. കണ്ടോ, അപ്പോൾ അത് ടൈറ്റൊക്കെ മാറി നല്ല കറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ ടേബിളിൽ വെച്ച് തയ്ക്കുന്ന എല്ലാ മെഷീൻ്റെ ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റാണിത്, നൂല് കയറി ചുറ്റുന്നത്. മെഷീൻ്റെ അകത്ത് ലിങ്കിനകത്തും അതുപോലെ തന്നെ ബോബൻ കേസ് ഇട്ടേക്കുന്ന ആ റേസിനുള്ളിലും ഷട്ടിലിൻ്റെ റേസിൻ്റെ ഉള്ളിലും കയറി നൂല് കയറി ചുറ്റും. ഇതുകൊണ്ട് ഈ കമ്പിക്കകത്ത് കയറി, ഈ വള പോലെ കിടക്കുന്ന കമ്പിക്കകത്ത് കയറി അകത്ത് ചുറ്റി കിടക്കുന്ന നൂല്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുകയില്ല, നമ്മൾ തയ്ക്കാൻ നോക്കുന്നവരും മെഷീൻ ടൈറ്റാകും, അങ്ങനെ സംഭവിക്കും. ഉണ്ടോ, നൂല് ഈ ടേക്കറിൽ നിന്ന് നൂല് മിസ്സായി അകത്തോട്ട് ചുറ്റുന്നതാണ്. അകത്തോട്ട് ചുറ്റി അവിടെ അങ്ങനെ ടൈറ്റാകുന്നത് ആ ലിങ്കിൻ്റെ ആ കണക്ടറെ വന്ന് ചുറ്റും. ഇപ്പം കുഴപ്പമില്ല, മെഷീൻ നല്ല ഫ്രീ ആയിട്ടുണ്ട്. നമുക്കിനി ഈ കവറ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതുപോലെ ഊരിയ പോലെ അങ്ങനെ ഫിറ്റ് ചെയ്യുക, ആ സ്ക്രൂ ഇട്ട് കൊടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഷട്ടിലും റേസും ഒക്കെ ഒന്ന് തുടച്ച് ഇട്ട് കൊടുക്കാം, പൊടിയൊന്നും ഇല്ലാതെ. ഷട്ടിൽ നമുക്കത് ഇതുപോലെ ഇങ്ങനെ തുടച്ച് കറക്റ്റായിട്ട് അങ്ങോട്ട് സീറ്റിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, മെഷീൻ സിമ്പിളായിട്ട് ഇപ്പം കറങ്ങുന്നുണ്ട്. കണ്ടോ, നല്ല കറക്റ്റ് ടൈമിങ്ങാണ്. ഇനി ഇതിൻ്റെ ആ റിങ്സ് ഉണ്ട്, ഷട്ടിൽ റേസിൻ്റെ റിങ് കണ്ടോ, ഈ റിങ് അതും ഒന്ന് തുടച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നേരെ അതിനൊരു ലോക്കുണ്ട്, ആ താഴെ ഒരു കമ്പി നീണ്ടു നിൽക്കുന്നുണ്ട്. ആ ലോക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ ഇട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ അത് ടൈറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ഈ കറുത്ത രണ്ട് ഉണ്ടോ ആ ലോക്കുണ്ട്, ആ ലോക്ക് രണ്ട് സൈഡിൽ നിന്നും അതിലോട്ട് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങത്തില്ല. നിമിഷം നേരെ വെക്കുക, ബോബൻ കേസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബോബൻ കേസ് ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഈ കവർ അടച്ചേക്കാം. ഓക്കെ,
ഇപ്പോൾ മെഷീൻ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇത് നമുക്കിനി ഓണാക്കിയിട്ടുണ്ട്. നൂലിട്ട് തയ്ച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ നൂല് കോർത്തു. നൂല് നമ്മൾ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കോർക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൂചി ഇടുന്നതും നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പരന്ന ഭാഗം വരുന്ന രീതിയിൽ വേണം ഇടാൻ. ഉണ്ടോ? ഈ ഒരു പൊസിഷനിൽ വേണം നൂല് കോർക്കാനായിട്ട്. ഓക്കെ, ഇനി അടിനൂല് വലിച്ചെടുത്തു. നമുക്കൊരു ചെറിയൊരു പീസ് വെച്ച് തയ്ച്ച് നോക്കാം. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ളതൊന്ന് അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സ്റ്റിച്ചിങ്ങാണ് വരുന്നത്, നല്ല സ്റ്റിച്ചിങ് ഉണ്ട്. ഇനി നമുക്ക് സിക്സാക്ക് ഒന്ന് അടിക്കാം. അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല, മെഷീൻ നല്ല ക്ലിയറായിട്ട് പോകുന്നുണ്ട്. സിക്സാക്ക് നല്ല രീതിയിൽ വീഴുന്നുണ്ട്. അടിത്തയ്യലും ഒക്കെ നല്ല പക്ക ക്ലിയറാണ്. ഉണ്ടോ? നീറ്റായിട്ട് തയ്ക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഉഷയുടെ മെഷീൻ, അതുപോലെ സിംഗർ, ബ്രദർ, അതുപോലുള്ള മെഷീനൊക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.